ബോൺജോർണോ തൂത്തി, come state? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളും അതിൻ്റെ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള മീനിങ്ങുകളുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഫസ്റ്റ് വൺ, കോസ വൊറേസ്തി മഞ്ചാരെ. കോസ വൊറേസ്തി മഞ്ചാരെ. Vorrei mangiare lasagna. വൊറൈ മഞ്ചാരെ ലസാഞ്ഞ. കോസ വൊറേസ്തി മഞ്ചാരെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? കോസ എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് എന്നാണ്, വാട്ട്. ഇനി വൊറേസ്തി, വൊറേസ്തി എന്ന് പറഞ്ഞാൽ വുഡ് യു ലൈക്ക്, നിനക്കിഷ്ടം, വുഡ് യു ലൈക്ക്, നിനക്കിഷ്ടം അല്ലെങ്കിൽ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് ഇംഗ്ലീഷിൽ വുഡ് യു എന്ന് പറയും. അപ്പോൾ വൊറേസ്തി, എന്താണ് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൊറേസ്തി എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. മഞ്ചാരെ, മഞ്ചാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഈറ്റ്. അപ്പം നീ എന്താ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോസ വൊറേസ്തി മഞ്ചാരെ എന്ന് ചോദിക്കുന്നത്. കോസ വൊറേസ്തി മഞ്ചാരെ, ഇങ്ങനെ ഒരു സ്റ്റൈലിൽ പറയണം. ഓക്കെ, അതിന് ആൻസറായിട്ട് വൊറൈ മഞ്ചാരെ ലസാഞ്ഞ. ലസാഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ ലസാഞ്ഞ തിരഞ്ഞെടുത്തത്. വൊറൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു, എനിക്കിഷ്ടം. മഞ്ചാരെ, മഞ്ചാരെ ടു ഈറ്റ്, അപ്പം എനിക്ക് ലസാഞ്ഞ കഴിക്കാനാണ് ആഗ്രഹം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വൊറൈ മഞ്ചാരെ ലസാഞ്ഞ എന്ന് പറയുന്നത്. വൊറൈ മഞ്ചാരെ ലസാഞ്ഞ. സെക്കൻഡ് വൺ, കെ കോസ ഐ ഫാത്തോ ഏരി. കെ കോസ ഐ ഫാത്തോ ഏരി. Ieri sono andata a visitare Colosseo. ഏരി സോനു അന്താത്ത ഓ അന്താത്തോ ആ വിസിറ്റാരെ കൊളസയോ. കെക്കോസ, നേരത്തെ ഞാൻ പറഞ്ഞു കെക്കോസ എന്ന വാക്കിൻ്റെ അർത്ഥം വാട്ട് എന്നാണ്. ഫാത്തോ, ഫാത്തോ എന്ന് പറഞ്ഞാൽ വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ, ഇന്നലെ. ഏരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്റ്റർഡേ. ഫാത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡ് അല്ലെങ്കിൽ ഡൺ, എന്താണ് നീ ഇന്നലെ ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കെക്കോസ ഫാത്തോ ഏരി എന്ന് ചോദിക്കുന്നത്. കെക്കോസ വാട്ട്, ഫാത്തോ ഡിഡ്, ഏരി യെസ്റ്റർഡേ, ഇന്നലെ നീ എന്താ ചെയ്തത്. ഏരി യെസ്റ്റർഡേ. സോനു അന്താത്ത, അപ്പോൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അന്താത്ത, മെയിൽ ആണെന്നുണ്ടെങ്കിൽ അന്താത്തോ. അപ്പോൾ ഏരി സോനു അന്താത്ത, ഐ വെൻറ്റ്, അന്താത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വെൻറ്റ്. ആ വിസിറ്റാരെ കൊളസയോ, എവിടെ പോയി ഞാൻ, കൊളസിയോ വിസിറ്റ് വിസിറ്റാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, വിസിറ്റ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ ഞാൻ കൊളസിയോ വിസിറ്റ് ചെയ്യാൻ പോയി. ഏരി സോനു അന്താത്ത ഓ അന്താത്തോ ആ വിസിറ്റാരെ കൊളസയോ. തേർഡ് വൺ, കോസ ഫറായ് ഡൊമാനി. കോസ ഫറായ് ഡൊമാനി. Domani andrò a trovare la mia amica. ഡൊമാനി ആൻഡ്രോ ട്രോവാരെ ല മിയ അമീക്ക. അപ്പം കോസ, കോസ നമ്മൾ നേരത്തെ കണ്ടു, വാട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫറായ്, ഫറായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ യു ഡു. ഡൊമാനി ടുമാറോ, ഡൊമാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ, നാളെ എന്നുള്ള അർത്ഥത്തിലാണ് ഡൊമാനി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നാളെ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോസ ഫറായ് ഡൊമാനി എന്ന് ചോദിക്കുന്നത്. കോസ വാട്ട്, ഫറായ് വിൽ യു ഡു, ഡൊമാനി ടുമാറോ. അപ്പം നാളെ നീ എന്താ ചെയ്യാൻ പോകുന്നത്, അതിന് റിപ്ലൈ ആയിട്ട് പറയുന്നത് ഡൊമാനി ആൻഡ്രോ, നാളെ ഞാൻ പോകും. എവിടെ പോകും? ത്രൊവാരെ, ത്രൊവാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരിയെ കാണാനായിട്ട്. ലമിയ, എൻ്റെ, ലമിയ എന്ന് പറഞ്ഞിട്ട് എൻ്റെ. അമീക്ക, അമീക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്. ഇനി മെയിൽ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അമീക്കോ എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാമിയ എന്നത് മാറിയിട്ട് ഇൽ മിയോ അമീക്കോ എന്നാണ് പറയേണ്ടത്. ഇൽ മിയോ അമീക്കോ, കാരണം അമീക്കോ ഓയിൽ അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ ഇൽമിയോ എന്ന് പറയണം. അമീക്കയാണെന്നുണ്ടെങ്കിൽ ട്രോവാരെ ലാ മിയാമീക്ക, ലാ മിയാമീക്ക ഒക്കെയാണ്. ഇൽമിയോ അമീക്കോ എന്നാണ് പറയുന്നത്, ലാമിയ അമീക്ക. ഡൊമാനി ആൻഡ്രോ ട്രോവാരെ ലമിയ അമീക്ക. അല്ലാന്നുണ്ടെങ്കിൽ ഡൊമാനി ആൻഡ്രോ ട്രോവാരെ ഇൽമിയോ അമീക്കോ, നാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകും. ഫോർത്ത് വൺ, capisci cosa intendo. Capisci cosa intendo. Sì, ho capito, no,
നോണോ കപ്പീത്തോ. കപ്പീഷി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു യു അണ്ടർസ്റ്റാൻഡ്, നിനക്ക് മനസ്സിലായോ? കോസ ഇൻറ്റെൻഡോ വാട്ട്, ഇൻറ്റെൻഡോ എന്ന് പറഞ്ഞിട്ട് മീൻ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് എന്ന് നിനക്ക് മനസ്സിലായോ? കോസ എന്ത് വാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കപ്പീഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ്, ഡു യു അണ്ടർസ്റ്റാൻഡ്, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പീഷി കോസ ഇൻറ്റെൻഡോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് സി ഒ കപ്പീത്തോ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നോ 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 കപ്പീത്തോ, ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്നും പറയാം. സി ഒ കപ്പീത്തോ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. നോ 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 കപ്പീത്തോ, നോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. 5th വൺ, ലേ കി എ. ലേ കി എ, ലേ കി എ. Lei è mia sorella. ലേ കി എ എന്ന് പറഞ്ഞാൽ ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ, അവൾ. കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്, ആര്. ഇവിടെ എ എന്ന് പറയുന്നത് ഈസ് എന്നുള്ള അർത്ഥത്തിൽ, ഹൂ ഈസ് ഷീ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് ഈസ് എന്ന അർത്ഥത്തിൽ ആണ് എ ഉപയോഗിക്കുന്നത്. ലേ അവൾ ആരാണ്, അവൾ ആരാണ്. മലയാളത്തിൽ അത് കറക്റ്റായിട്ട് വരും. ലേ അവൾ, കി ആര്, എ ആണ്. അവൾ ആരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലേ കി എ എന്ന് ചോദിക്കുന്നത്. ലേ കി എ. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ലേ എലമിയ സൊറല്ല. ലേ അവൾ എൻ്റെ സഹോദരിയാണ്, എൻ്റെ സഹോദരിയാണെന്ന് പറയാൻ ലേ എ ആകുന്നു. ഷീ ഈസ്. ലമിയ സൊറല്ല, ഷീസ് മൈ സിസ്റ്റർ. ഇനി ഫ്രെത്തെല്ലോ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ആർട്ടിക്കിളിൽ മാറ്റം വരും. ല എന്നത് ഇല്ലാകും. ഇൽമിയോ, ഇൽമിയോ ഫ്രെത്തെല്ലോ എന്നാണ് പറയുന്നത്. അപ്പം ലേ എന്നതിന് പകരം ലൂയാകും. അവൻ ഫ്രെത്തെല്ലോ ആണ്, അപ്പം ലേ അല്ല ലൂയാണ്. ലൂയ് എ ഇൽമിയോ ഫ്രെത്തെല്ലോ, ലൂയ് എ ഇൽ മിയോ ഫ്രെത്തെല്ലോ, അവൻ എൻ്റെ സഹോദരനാകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ലേ എലമിയ സൊറല്ല, അവൾ എൻ്റെ സഹോദരിയാകുന്നു. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ കുറച്ച് സെൻറ്റൻസുകളാണ് പഠിപ്പിച്ചത്. എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. വേർഡ് ബൈ വേർഡായിട്ട് ഞാൻ മീനിങ് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം ക്ലിയർ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.